ഈ ആഴ്ചയിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്ക് ആയിരുന്നു പിടിവള്ളി ടാസ്ക്. ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ കൂടുതലും അതുതന്നെയാണ് കാണിച്ചിരുന്നത്. ആര്യൻ, അനുമോൾ, സാബുമാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ഒരു വള്ളിയിൽ അടയാളപ്പെടുത്തിയെടുത്ത് 3 പേരും പിടിക്കണം. ഇതിൽ അവസാനം ആര് ബാക്കിയാകുന്നോ അവരായിരിക്കും ക്യാപ്റ്റൻ. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതെ വേണം ഗെയിം കളിക്കാൻ. വാക്കിലൂടെയും തന്ത്രപരമായ കാര്യങ്ങളിലൂടെയും മറ്റുള്ളവരെ പിടിപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ഇവർ 3 പേരും അതിഭംഗിയായി തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെവിൻ ഇതിനിടയിൽ കിടന്ന് മൊത്തം അലങ്കോലം ചെയ്യുന്നത്. നെവിൻ അനുമോളെ ഈ ടാസ്കിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയാണ് കഴിവതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് അനുമോളുടെ ദേഹത്തേക്ക് കൈ കഴുകിയിട്ട് വെള്ളം തെറിപ്പിക്കുന്നത്. അപ്പോൾ അനുമോൾ നെവിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പരിപാടിയാണ് നെവിൻ കാണിക്കുന്നത് എന്ന്. ഡിസേർവിങ് അല്ലാത്തൊരു വള്ളി പിടിച്ച് നടക്കുന്നു എന്നാണ് നെവിൻ പറഞ്ഞത്. പിന്നെയും വെള്ളം തെറിപ്പിച്ചപ്പോൾ നിനക്ക് എന്താണ് പ്രശ്നമെന്ന് അനുമോൾ നെവിനോട് ചോദിക്കുന്നുണ്ട്. ഇതിനിടെ നെവിൻ ആ കയറ് കൈയിൻ്റെ ഇടയിൽ കൂടിയിട്ട് മുറുക്കി പിടിക്കുന്നുണ്ട്. ഇവർ 3 പേരും നെവിൻ്റെ കയ്യിൽ നിന്ന് ആ കയർ വിടുവിക്കാൻ ആകുന്ന ശ്രമിച്ചിട്ടും നെവിൻ അത് വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി കഴിഞ്ഞപ്പോൾ നെവിൻ അടുക്കളയിൽ തന്നെ നിലത്ത് കിടക്കുകയും ആ കയർ വിട്ടുകൊടുക്കാതെ കഷത്തിനിടയിലേക്ക് പിന്നെയും തിരികെ വെക്കുകയും ചെയ്തു. അതിൽ ഇതിനിടയ്ക്ക് ചെന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് നെവിൻ അവരെ ഗെയിം കളിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ. ബിഗ് ബോസ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെയും പ്രശ്നം രൂക്ഷമായപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ആ ക്യാപ്റ്റനാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതെന്ന്. ഒടുവിൽ ആദില വന്ന് നെവിൻ്റെ കയ്യിൽ നിന്ന് ആ കയർ അവർക്ക് വിട്ടുകൊടുത്തു. പിന്നെയും സന്ധ്യ വരെ അവർ അവരുടെ ഗെയിം നന്നായി തന്നെ കളിച്ചു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിട്ടുകൊടുത്തൊന്നുമില്ല. ഒടുവിൽ ബിഗ് ബോസ് തന്നെ അവർക്ക് നിങ്ങളുടെ നന്നായി ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ് പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വിളിച്ചു വരുത്തുകയും പിന്നീട് അവരോട് അടുത്ത ടാസ്ക് കൊടുത്തു. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂസ് തന്നെ കൈ സ്ട്രെയിറ്റായിട്ട് അനങ്ങാതെ തന്നെ പിടിച്ച് നിൽക്കണം എന്നായിരുന്നു. അങ്ങനെ പിടിച്ച് നിന്ന വഴിക്ക് അനുമോളാണ് ആദ്യം ഔട്ടായത്. പിന്നീട് ആര്യൻ ഔട്ടായി. ലാസ്റ്റ് സാബുമാനാണ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. ഇതിനിടയിൽ അവിടെ നോമിനേഷൻ റൗണ്ടും കഴിഞ്ഞിരുന്നു. ക്യാപ്റ്റൻസിയിൽ മത്സരിച്ചവർ ഓപ്പണായിട്ടായിരുന്നു നോമിനേഷൻ ചെയ്തത്. അല്ലാത്തവർ കൺസെഷൻ റൂമിൽ പോയി നോമിനേഷൻ ചെയ്തു. നൂറ, അക്ബർ, ഷാനവാസ്, നെവിൻ, ലക്ഷ്മി, ആര്യൻ എന്നിവരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. നോമിനേഷനിൽ വന്നതിൻ്റെ ദേഷ്യമായിരിക്കാൻ ഷാനവാസ് ആര്യയോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യമായിരുന്നു ഇന്ന് മൊത്തം കാണിച്ചിരുന്നത്.